ബഹുമാനപ്പെട്ട തങ്ങൾ ദുആ ചെയ്യും. താജുൽ ഉലമ തങ്ങളുടെ പേരക്കുട്ടിയാണ്, മകളെ മകനാണ്. മാട്ടൂലെ വലിയ സാദാത്തികളുടെ കുടുംബം, രണ്ടു നിലക്കും വലിയ അഥറും വലിയ ഫലവുമുള്ള സാദാത്തുക്കളുടെ കുടുംബത്തിൽപ്പെട്ട ബഹുമാനപ്പെട്ട തങ്ങൾ വലിയ പണ്ഡിതനുമാണ്. സഅദിയിൽ ഏറ്റവും നല്ല മാർക്കും ഡിഗ്രിയും എടുത്ത തങ്ങളാണ്. അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മുടെ പരിസരത്ത് തന്നെ വലിയൊരു സ്ഥാപനമായി സുന്നത്ത് ജമാഅത്തിന്റെ ഒരു കേന്ദ്രമായി അൽഹംദുലില്ലാഹ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന അല്ലാഹു എല്ലാ നിലക്കും അഭിവൃദ്ധിപ്പെടുത്തുമാറാകട്ടെ. മഹാനായ താജുൽ ഉലമ വഫാത്തായി പോയെങ്കിലും അവിടുത്തെ മകൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഫضل കോയമ്മത്തങ്ങൾ ഖുറാതങ്ങളും അവിടുത്തെ പേരക്കുട്ടികളായ ബഹുമാനപ്പെട്ട തങ്ങളെ പോലെയുള്ള മഹത്തുക്കളും നമ്മളെ മുമ്പിലുള്ളത് നമുക്ക് വലിയ സമാധാനമാണ്. ഇൻഷാ അല്ലാഹ് അവിടുന്ന് ദ്വാരന്ന് തരും. അതിന്റെ മുമ്പ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വാഗ്ദത്തങ്ങള് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളെ മുമ്പിൽ വെച്ച് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ആകെയുള്ള ആളിൽ നിന്ന് ഒരു 10% ആള് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 90% ആളും ബാക്കിയുള്ള 10% ആളെ പറഞ്ഞിട്ടുള്ളൂ. അത് വലിയ 25 ചാക്ക് സിമന്റ്, ബാഗ് സിമന്റ്, റോഡ് കല്ല് 10,000 5,000 ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ആ തിരക്കിന്റെ ഇടയിൽ അത്ര സമയം കണ്ടുപോയി. അൽഹംദുലില്ലാഹ്. പക്ഷേ അതുകൊണ്ട് മാത്രം നമ്മളെ ഈ താജുൽ ഉലമ സൗദം സുന്നി ആസ്ഥാന കേന്ദ്രം പൂർത്തിയാവുകയില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ആ വിഷയത്തിൽ സഹായിക്കണം, സഹകരിക്കണം. ഇനിയും നിങ്ങളുടെ കൂട്ടത്തിൽ വാഗ്ദത്തം പറയുന്നവരുണ്ട്. താജുൽ ഉലമാനെ നന്നായി സ്നേഹിക്കുകയും അവരോട് മഹബത്ത് വെക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ആ കൂട്ടത്തിൽ ഇനി പറയാനും വാഗ്ദത്തം ചെയ്യാനും ബാക്കിയുള്ള കുറച്ച് ആളുകൾ അൽഹംദുലില്ലാഹ് എന്തെങ്കിലും ഒരു 5,000 ഉറുപ്പിക അല്ലെങ്കിൽ 3,313 അല്ലെങ്കിൽ 1,313 ഇങ്ങനെ ഒരു 100 ആള് 1,313 പറഞ്ഞാൽ തന്നെ 1,00,000 ഉറുപ്പിക നമുക്ക് അതിന്റെ ഫൗണ്ടേഷൻ ആകുമ്പോൾ അതിന്റെ മജൂരി കൊടുക്കാൻ, കൂലി കൊടുക്കാനുള്ള പൈസയാവും. അത് ചെറുതായിട്ട് കൂട്ടിക്കൂടാ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നിങ്ങളെ സരസിൽ നിന്ന് മഹാനായ താജുൽ ഉലമയെ സ്നേഹിക്കുന്ന അവരുടെ വലിയ ഗുണം ആഖിറത്തിൽ കിട്ടണം, ദുനിയാവിൽ കിട്ടണം. മാരകമായ രോഗങ്ങൾ, ക്യാൻസറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ട് അറ്റാക്കുള്ള മരണങ്ങളും വളരെ കൂടിയിരിക്കുന്ന സമയമാണ്. അല്ലാഹു അതിനെ തൊട്ട് നമ്മളെ കാക്കാൻ. മാരകമായ രോഗം തന്ന് ഇഞ്ചിഞ്ചായി മുറിച്ചു കളയുന്ന ഐസുവിൽ കിടക്കുന്ന അവസ്ഥ അല്ലാഹു നമുക്കും നമ്മളെ ഫാമിലിക്കും വരാതിരിക്കാൻ മഹാനായ താജുൽ ഉലമയുടെ പേരിൽ നാം നിർമ്മിക്കുന്ന സുന്നി ആസ്ഥാനത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കൂട്ടത്തിൽ 5,000 ഉറുപ്പിക, നേരത്തെ 10 പറഞ്ഞു, 5,000 ഉറുപ്പിക പറയുന്ന ഒരാള് അൽഹംദുലില്ലാഹ് പഞ്ചായത്ത് മെമ്പർ ഇസ്മായിൽ 5,000 ഉറുപ്പിക റഹ്മാനുറഹീമായ അല്ലാഹുവേ ആമീൻ പറഞ്ഞു. ഇസ്മായിൽ അദ്ദേഹം പഞ്ചായത്ത് മെമ്പറായി വിജയിച്ച് റബ്ബേ അദ്ദേഹത്തിന്റെ എന്തെല്ലാം കാര്യങ്ങളാണോ ജനങ്ങൾക്ക് ചെയ്യേണ്ടത് അതൊക്കെ അതിന്റെ ഹക്ക് പോലെ ചെയ്ത് വലിയ ഇസ്സത്ത് നിലനിർത്താനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. എല്ലാ നിലക്കുള്ള ബറക്കത്ത് ജീവിതത്തിലും ആയുസ്സിലും കുടുംബത്തിലും കൊടുക്കണേ റഹ്മാനെ. ആഫത്ത് കൊടുക്കല്ലേ അല്ലാഹ്. മാരകമായ ഒരു അപകടത്തിലും അദ്ദേഹത്തെയും കുടുംബത്തെയും നീ പെടുത്താതെ ഈ സ്വതക്കാനെ നീ ഒരു കാവലാക്കണം റഹ്മാനെ. പിന്നൊരു 5 കുറെ ബേക്കറിലുള്ള ആളെല്ലാം ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ ഏട്ടിക്കുളത്ത് ആ വലിയ ദർബാറിൽ വെച്ച് നമ്മളെ ഈ പ്രവർത്തനങ്ങളെല്ലാം അവിടെ നിന്ന് കാണുകയും സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്.
ഖുൽ യഅമലു ഫസറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹ് കാണുന്നു, അല്ലാഹുവിന്റെ റസൂൽ കാണുന്നു, മുഅ്മിനീങ്ങളെ ഔലിയാക്കളും കാണുന്നു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. ഇൻഷാ അല്ലാഹ് 5000 രൂപ. ആരാണ്? അൽഹംദുലില്ലാ. നമ്മൾ ഉസ്മാൻ ആചാർ അല്ല, ഉസ്മാൻ ആചാർ ഗറോപ്പടി 10,555. അൽഹംദുലില്ലാ. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹം വിജയിച്ചു. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ എല്ലാ കാര്യത്തിലും നീ ഇനി വിജയം കൊടുക്കണേ റഹ്മാനെ. ഒരു വിഷയത്തിലും പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. ഇസ്സത്തും സന്തോഷവും സാമ്പത്തികമായും ശാരീരികമായുള്ള അഭിവൃദ്ധിയും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. താജുൽ ഉലമയുടെയും നൂറുൽ ഉലമയുടെയും സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ നേതൃത്വത്തെയും മുഹബ്ബീങ്ങളിലും ആശിഖീങ്ങളിലും അയാളെയും കുടുംബത്തെയും നീ പെടുത്തണം റഹ്മാനെ. നമ്മൾ ലത്തീഫി ഉസ്താദിന്റെ ജ്യേഷ്ഠൻ അബ്ദുള്ള സയറാജ് 5000 ഉറുപ്പിക റഹ്മത്തുർ റഹീമനെ അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും കുടുംബത്തിലും അമീൻ പറഞ്ഞോളി. നീ ബറക്കത്ത് നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ, പ്രയാസം നൽകല്ലേ അല്ലാ. ആസ്പത്രിയിൽ പോയി ഐസിയുവിൽ കിടക്കണ്ട, മെഡിക്കലിൽ പോയി കീ നിൽക്കേണ്ട ഒരു രോഗവും അദ്ദേഹത്തിനും ഫാമിലിക്കും കൊടുക്കാതെ മഹാനായ താജുൽ ഉലമയുടെ വലിയ ബറക്കത്ത് കൊണ്ട് നീ അവരെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ആഖിറത്തിൽ ഇത്തരം സദഖകൾ സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നവരെ അല്ലാഹുവേ നീ നിന്റെ സ്വർഗത്തിലേക്ക് ആദരിക്കുമ്പോൾ, സ്വാഗതം ചെയ്യുമ്പോൾ ഈ ഏറ്റെടുക്കുന്ന ഓരോ ആളുകളെയും റബ്ബേ നീ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരു കുട്ടി 1000 ഉറുപ്പിക ഇവിടെ കൊണ്ടു തന്നിട്ടുണ്ട്. അല്ലാഹുവേ, ആ കുട്ടിനെയും കുടുംബത്തെയും നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ദീനിന്റെ ഖാദിമിങ്ങളായ സ്വാലിഹീങ്ങളിൽ നീ പെടുത്തണേ റഹ്മാനെ. ആ കുട്ടിയെയും കുടുംബത്തെയും നീ ബറക്കത്തിലാക്കണേ അല്ലാഹ്. പിന്നെ ആരുടെ 5000 ഉറുപ്പിക ഉണ്ട്? ആള് കുറേയുണ്ട്. പോലീസ് വന്നിട്ട് പറയും മന്ത്രി കൊടുത്തിരണ്ട നീ പറഞ്ഞിട്ട് നീ കൊടുങ്ങും. ആ ടൈം ആകുമ്പോ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ അപ്പൊ ഉള്ളത് കൊടുത്തെങ്കിൽ മതി, ഇപ്പൊ പറയണ്ട എന്നീ പോലീസ് ഇടക്ക് വന്നിട്ട് വാല് പറയും. പോലീസിന്റെ വാല് നടക്കും, ചിലപ്പോ എന്റെ ഫൈലാവും. പുറത്തങ്ങൾ മറ്റേ ഖലീൽ തങ്ങളുണ്ടാകുമ്പോ കുറച്ചെങ്കിലും നടന്നിനി. ബിലീസ് കുറച്ച് ദൂരം പോയി. ബഹുമാനപ്പെട്ട തങ്ങളൊക്കെ വന്നുകൊണ്ട് സലാമത്ത്. ബിലീസിന്റെ വാത് കേൾക്കണ്ട, ഇപ്പൊ തന്നെ നമ്മൾ വാഗടന്ത് ചെയ്താൽ ഈ സമയം മുതൽ തന്നെ നമുക്കതിന്റെ പ്രതിഫലം കിട്ടി കൊടുക്കണമെന്ന് നിയത്ത് വെച്ചിട്ട് തന്നെ വാഗടത്തം ചെയ്യാം. ഉസ്താദേ, ആ സമയാകുമ്പോ കൊടുക്കാനായില്ലെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളൊരു കാര്യം വഅദ ചെയ്തു, വഅദ ചെയ്യുമ്പോൾ അയാൾക്ക് 100% അത് കൊടുത്തു വീണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചുകൊണ്ട് വഅദ ചെയ്തു, കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് മാത്രം അല്ല, അതേ സ്ഥാനത്ത് അദ്ദേഹത്തിന് ഒരു നന്മ ചെയ്ത പ്രതിഫലം കൂടി കിട്ടും. നബി മുഹമ്മദ് റസൂലുള്ളാഹി മറ്റൊരു ഇബ്ലീസിന്റെ പ്രസംഗം. അപ്പൊ ഉള്ളത് കൊടുത്താൽ മതി, നീ ഇപ്പൊ പറഞ്ഞിട്ട് വെറുതെ വിശ്വാസാക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ള വിശ്വാസം അത് ഇബ്ലീസിനെ നമ്മൾ വിശ്വാസാക്കാം. അതിലാരും പെടേണ്ട. അല്ലാഹു കാക്കട്ടെ. എന്നാരും 5000 ഉറുപ്പിക ഉണ്ടോ? ആ സംഘാടകർ നിൽക്കുന്ന ആളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ മതി. ബഹുമാനപ്പെട്ട തങ്ങൾ ഇൻഷാ അല്ലാഹ് ദുആർക്കും എല്ലാവർക്കും വേണ്ടി ലാസ്റ്റ് ഉണ്ടോ? 5000ന്റെ ആളുണ്ടോ? ഇനി 3313 ആളുണ്ട്. 3313 ബഹുമാനപ്പെട്ട ബദരീകളുടെ മുഹിബ്ബീങ്ങളായ, ഞാൻ മിഞ്ഞാന്ന് ദിവസം പോയ സ്ഥലത്ത് പോയ 10 ആളെ കിട്ടി. 3313 അപ്പൊ തന്നെ റെഡി. 3313 എന്താ പേര്? അബ്ദുറഹ്മാൻ ഷാന്റെ വാപ്പ. 3313. അൽഹംദുലില്ലാ. അർഹമുർ റഹീമായ അല്ലാഹുവേ, ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ അവർക്കും കുടുംബത്തിനും എല്ലാം നീ ബർക്കത്ത് നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ. ബദരീങ്ങൾക്കുള്ള കാവൽ എല്ലാ സമയത്തും നൽകണേ റഹ്മാനെ. 3313 കുറെ ആളുണ്ട്. അലമിന് സുന്നി സെന്റർ ആനങ്ങനെ ആത്താനാകുന്നങ്ങനെ താജുൽ ഉലമ സൗദം പഞ്ചാര ബായി മുതുക്കോ
പഞ്ചാര കുറച്ച് മേങ്ങിട്ട് ബായി കിട്ടെങ്കിൽ ആവുള്ളൂ. അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കണം അല്ലേ? 3313 സത്താർ എന്ന ചെറുപ്പക്കാരൻ അൽഹംദുലില്ലാഹ് അല്ലാഹുവേ ആ സത്താറിനിക്ക് നീ ബദരീങ്ങളെ കൊണ്ട് സഹായം നൽകണേ അല്ലാഹ്. ബദരീങ്ങളെ കാവൽ കൊടുക്കണേ റഹ്മാനെ. ആപത്ത് ബലാല് മുസീബത്ത് ആസ്പത്രിയിൽ പോയി കിടന്ന് പണങ്ങൾ വാരി കൊടുക്കുന്ന അവസ്ഥ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വരാതെ നീ കാക്കണം റഹ്മാനെ. ബദരീങ്ങളെ സംഖ്യ കുറെ ആളുണ്ടല്ലോ. അനുസരിച്ച് കൈ കൊണ്ട് ചോളി വിരൽ കൊണ്ട് ചോളി. കുറെ ദൂരാണ്, ആളുകൾ ഇരുന്നിട്ട് കാണുന്നില്ല, ഇരുട്ടത്ത് കാണുന്നില്ലല്ലോ. 1313 മാഷാ അല്ലാഹ്. അങ്ങോട്ട് പോയി, അങ്ങോട്ട് കുറച്ച് പോയിട്ട് നോക്കി ആയിരിക്കുന്ന ആളത്തേക്ക് പോയാൽ ഇൻഷാ അല്ലാഹ്. അബ്ദുള്ള എന്ന ചെറുപ്പക്കാരൻ 3 ആളായി ഇൻഷാ അല്ലാഹ്. ഒരു 10 പേരും 3313 കിട്ടിയ വലിയ സന്തോഷമായി. ബദരീങ്ങൾക്ക് വലിയ സന്തോഷം. ബദരീങ്ങളെ പേര് പറയുമ്പോൾ തന്നെ ആ ആവേശത്തിൽ മുന്നോട്ട് വരുന്നതാണ്. അല്ലാഹുവേ ഇപ്പോൾ പറഞ്ഞ അബ്ദുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഐശ്വര്യം നൽകണേ അല്ലാഹ്, ബദരീങ്ങൾക്കുള്ള കാവൽ നൽകണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ എല്ലാ കുടുംബത്തിലേക്കും പാഞ്ഞു കയറി വരുന്നു അല്ലാഹ്. ഈ സഹായിക്കുന്ന മുഴുവൻ കുടുംബത്തിനെയും ബദരീങ്ങളെ കൊണ്ട് ഈ കാവൽ നൽകണേ അല്ലാഹ്. കുഴഞ്ഞു വീണ് മരിച്ചു, ഹാർട്ട് അറ്റാക്കായി മരിച്ചു. ഈ ശബ്ദം പഠിച്ചോനെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു അല്ലാഹ്. ബദരീങ്ങളെ കൊണ്ട് നീ കാവൽ നൽകണേ റഹ്മാനെ. പിന്നെ സുബൈർ എന്ന ചെറുപ്പക്കാരൻ അൽഹംദുലില്ലാഹ് 3313 അല്ലാഹുവേ സുബൈറിനും സുബൈറിന്റെ കുടുംബത്തിനും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ബദരീങ്ങളെ കാവൽ നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളോ അപകടങ്ങളോ എന്തെങ്കിലും നീ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് ബദരീങ്ങൾക്കുള്ള വലിയ ദറജ കൊണ്ട് നീ സലാമത്ത് നൽകണേ അല്ലാഹ്. എത്ര 3313 പിന്നെ 3313 അവിടെ നോക്കുന്നുണ്ടോ? ആൾ ബാക്കിൽ നോക്കി പോയിട്ട് ആ വാൾഡർമാർ മേടിച്ചു കുത്തിയാണ്. സയ്യദ് പൈവള്ളിക അൽഹംദുലില്ലാഹ് 10,000 ഉറുപ്പിക. 10,000 ഉറുപ്പിക അല്ലാഹുവേ ആ സയ്യിദിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ആയുസ്സിലും ആഫിയത്തിലും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്, അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. പ്രയാസം കൊടുക്കല്ലേ റബ്ബേ. മഹാന്മാരെ ബദരീങ്ങളടക്കമുള്ള ശുഹദാക്കളെയും മഹാനായ താജുൽ ഉലമയുടെ ഒക്കെ കാവൽ നൽകണേ റഹ്മാനെ. എല്ലാവരും ഇത്ര ആളുണ്ടായിട്ട് 1313 ബദരീങ്ങൾ ആള് കുറച്ചല്ല. കഴിഞ്ഞ ഞാൻ നിർത്തുകയാണ്. 1313 ആളുണ്ട് കുറച്ചല്ലേ. റസാഖ് 1313. ഇനി കുറച്ച് 1313 കുറച്ച് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ബദരീങ്ങളെന്ന് പറഞ്ഞോളൂ. 1313 അബൂബക്കർ മാഷാ അല്ലാഹ് 1313 ഇൻഷാ അല്ലാഹ്. മേം പറഞ്ഞോളൂ അത് കിട്ടുമല്ലോ. 1313 എങ്ങനെ കിട്ടുമല്ലോ ഇൻഷാ അല്ലാഹ്. ഒരു 5-6 മാസം ഒരു വർഷത്തിനുള്ളിൽ ഇൻഷാ അല്ലാഹ് നമ്മളെ പണി തീരുമ്പോ കൊടുത്താൽ മതി. നാളെ തന്നെ കൊടുത്തു കൊടുക്കണ്ട. 1313 പിന്നെ ആരാ കൈബന്ധിക്കത് ഇല്ലേ? എല്ലാത്തിനും കൈബന്ധിക്കാതിരിക്കരുത് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സലാം. പിന്നെ 1313 പിന്നെ ആരാ? 2 പേര്. അവിടെ നോക്കി 1313 ബഹുമാനപ്പെട്ട തങ്ങളെ അതിനു വേണ്ടി ബുദ്ധിമുട്ടിക്കുന്ന വേണ്ട മനസ്സിലാക്കിയിട്ട് ഞാൻ 5 മിനിറ്റും കൂടി ചെലവാക്കിയതാണ്. മഹ്മൂദ് 2000 ഇൻഷാ അല്ലാഹ്. പിന്നെ അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ റഹ്മാൻ. ഈ 1313 2000 ഒക്കെ ഇരിക്കുന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്, ബർക്കത്ത് നൽകണേ അല്ലാഹ്, പ്രയാസങ്ങൾ കൊടുക്കല്ലേ റഹ്മാനെ, കാവൽ നൽകണേ അല്ലാഹ്. സദഖന്നെ കാവൽ, സദഖന്നെ കാവൽ, പൈസ കാവലല്ല. പേരന്റെ നിങ്ങൾ പുറത്ത് വലിയ എന്ത് കള്ളന്മാരെല്ലാം വരുന്നെങ്കിൽ കാണാൻ വേണ്ടിട്ട് എന്താക്കല് ക്യാമറ ഒന്നും വെച്ചിട്ടുള്ളൂ.
കഴിഞ്ഞ റമദാൻ മാസത്തിൽ ക്യാമറ വെച്ച ആളെ പിന്നെ ക്യാമറ ടച്ച് പൊളിച്ചിട്ടാണ് ആ വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് തീർക്കരുണ്ടാക്കിയത്. അജാറൊക്കെ ഒന്നുമില്ല, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു പോകുന്നത് ക്യാമറ വെച്ചിട്ടൊന്നും കാര്യമില്ല, സദഖ കൊടുത്തു വെച്ചോളി, ബദരീകളെ കാവൽ ഏർപ്പെടുത്തോളി. ഇൻഷാ അല്ലാഹ് അത് മാത്രമേ നമുക്ക് കാവലുള്ളൂ, വേറെന്ത് കാവലാക്കിയിട്ട് കാര്യമില്ല. ചിപ്പാർ SSF യൂണിറ്റ് 3313. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ആ SSFന്റെ യൂണിറ്റിലെ മുഴുവൻ പ്രവർത്തകന്മാർ, അവരെ ഫാമിലികൾ, കുടുംബങ്ങൾ, അവരെ സംഘടനാ പ്രവർത്തനത്തിൽ എല്ലാത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഐശ്വര്യം നൽകണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന് ശക്തമായി പ്രവർത്തിക്കാനുള്ള ഹിമ്മത്തും ശക്തിയും ആ സംഘാടകർക്കും അവരെ കുടുംബത്തിനും നൽകണേ റഹ്മാൻ. SK അബുച്ച 1310. അല്ലാഹു അദ്ദേഹത്തിനും കുടുംബത്തിലും ജീവിതത്തിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഐശ്വര്യം നൽകണേ അല്ലാഹ്. ജമാൽ 1310. അല്ലാഹുവേ, ജമാലിനും കുടുംബത്തിലും ഐശ്വര്യം നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പ്രയാസങ്ങൾ എന്തുണ്ടെങ്കിലും തീർത്തു കൊടുക്കണേ റഹ്മാനെ, ഒരു നിലക്കുള്ള അപകടത്തിൽപ്പെടുത്തില്ലേ അല്ലാഹ്. അബ്ദുറഹീം 1310. അല്ലാഹുവേ, അബ്ദുറഹീമിനെയും കുടുംബത്തിനെയും ഐശ്വര്യത്തിലാക്കണേ അല്ലാഹ്, ബറക്കത്തിലാക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ എന്തുണ്ടെങ്കിലും തീർത്തു കൊടുക്കണേ റഹ്മാൻ. അൽമദീന സാമിയന്റെ ആൾക്കാർ 1310. അല്ലാഹുവേ, അവരുടെ ഈ ബിസിനസ്സിലും അവരുടെ ജോലിയിലും എല്ലാം നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ആമീൻ പറഞ്ഞോളെ, ക്ഷാമയില്ലല്ലോ, ഐശ്വര്യം കൊടുക്കണേ റഹ്മാനെ, പ്രയാസം കൊടുക്കല്ലേ റബ്ബേ. ഈ ബിസിനസ്സുമായി കൂടുതൽ മുന്നോട്ട് പോയി ഒരുപാട് സന്തോഷകരമായ ബിസിനസ് നടത്താനുള്ള സാമ്പത്തികമായ ശക്തിയും ഐശ്വര്യവും നീ കൊടുക്കണേ റഹ്മാനെ. 500 രൂപ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലും കുടുംബത്തിലും ആയുസ്സിലും വരുമാനത്തിലൊക്കെ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പ്രയാസങ്ങൾ എന്തുണ്ടെങ്കിലും തീർത്തു കൊടുക്കണേ റഹ്മാനെ. ആഫത്തുകൾ, ബലാലുകൾ, പെടുന്നതിനെ ഉണ്ടാകുന്ന സകല ആഫത്തുകളെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. അഷ്റഫ് 1313. ഇബ്രാഹിം 1313. റസാഖ് ബയാർ 1313. പേര് പറയാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല, കടലാസിൽ എഴുതിയിട്ടുണ്ട് 3310. അല്ലാഹുവേ, ഇവർക്കെല്ലാം നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഐശ്വര്യം നൽകണേ അല്ലാഹ്. പ്രയാസങ്ങൾ എന്തുണ്ടെങ്കിലും തീർത്തു കൊടുക്കണേ റഹ്മാനെ. ഒരു നിലക്കുള്ള അപകടങ്ങളോ മാരകമായ രോഗങ്ങളോ ഇവർക്കാർക്കും ഇവരെ കുടുംബത്തിലും നൽകാതെ നീ കാക്കണേ റഹ്മാനെ. SK ഹമീദാജി 1310. അല്ലാഹുവേ, ഹമീദാജിക്കും കുടുംബത്തിലും വരുമാനത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഐശ്വര്യം നൽകണേ അല്ലാഹ്. പ്രയാസങ്ങൾ എന്തുണ്ടെങ്കിലും തീർത്തു കൊടുക്കണേ റഹ്മാൻ. അബൂബക്കർ 1310. അല്ലാഹുവേ, അബൂബക്കറിനും കുടുംബത്തിലും ജീവിതത്തിലും നീ ഐശ്വര്യം നൽകണേ അല്ലാഹ്. എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും തീർത്തു കൊടുക്കണേ അല്ലാഹ്, ബദരീങ്ങളെ കാവൽ നൽകണേ അല്ലാഹ്. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ആളുകൾ എരിച്ചുകൊണ്ടിരിക്കണം. തങ്ങളെ ദുആക്ക് മുമ്പ് ഗൾഫിൽ നിന്ന് കുറച്ച് എഴുതിയ ആളുകളെ പേരും വായിക്കും. ഇനി ഇവിടെ 1313 അല്ലെങ്കിൽ 3313 അല്ലെങ്കിൽ എന്തുമില്ലെങ്കിൽ 313. എന്റെ എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ ഉസ്താദ്, എനിക്ക് 1000 കഴിയുന്നില്ല, 3000 കയ്യല്ല, വെറുതെ പറഞ്ഞിട്ട് ഗുണമില്ല ഉസ്താദ്, ഒരു 313 രൂപ എന്റെ വക ഉണ്ടായിക്കോട്ടെ ഉസ്താദ്. അങ്ങനെയെങ്കിലും നിങ്ങളെ മനസ്സിൽ തോന്നുന്നെങ്കിൽ ഈ സുന്നി ആസ്ഥാനത്തിൽ നിങ്ങളെ ഒരു ഷെയർ ഉണ്ടാകും. 10,000-ന്റെ ആളും 1,00,000-ന്റെ ആളെല്ലാം അവരെ ഓഹരി വാങ്ങുമ്പോ നിങ്ങൾക്ക് നിങ്ങളെ ഓഹരി വാങ്ങാം. എന്തും കഴിയാത്ത ആളെ 313 വലിയ കൈനാളെ 3 ലക്ഷവും ചിലപ്പോ അള്ളാന്റെ അടുത്ത് ഒരുപോലെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് നിങ്ങൾ 313-ന്റെ ഒരു 10-50 ആള് റെഡിയായെങ്കിലും ഇൻഷാ അല്ലാഹ് അതൊരു സന്തോഷമാണ്. അതൊക്കെ ബഹുമാനപ്പെട്ട തങ്ങളെ ദുആക്ക് മുമ്പ് ലീസ്റ്റ് വായിക്കും, ഗൾഫിൽ നിന്ന് തന്ന ആളെ ലീസ്റ്റും വായിക്കും. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ദുആ 2313 ആരിഫ് അസംഗുൻച എന്ന് പറയുന്ന ഒരു വയസ്സായ ആൾ. അല്ലാഹുവേ, അവർക്ക് രണ്ടുപേർക്കും ബദരീങ്ങളെ കാവൽ കൊടുക്കണേ അല്ലാഹ്, സംരക്ഷണം നൽകണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിലും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്.
ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ജീവിതത്തിലൂടെ നീളം നീ നൽകാതെ ബദരികൾക്കുള്ള കാവൽ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണം റഹ്മാനെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ തങ്ങളവറുകൾ നിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി അവർ നേതൃത്വം നൽകുന്ന ഈ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ, സ്വീകരിക്കണേ അല്ലാഹ്. മഹാനായ താജുൽ ഉലമയുടെയും നൂറുൽ ഉലമയുടെയും ബഹുമാനപ്പെട്ട ബസൂട്ട് തങ്ങൾ അതുപോലെ മറ്റു മുഴുവൻ സാദാത്യങ്ങൾ ഉലമാക്കൾ അവരെല്ലാം ദർജ ഉയർത്തണേ അല്ലാഹ്. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ കൂട്ടുകുടുംബക്കാർ, സംഘടനാ കുടുംബങ്ങൾ എല്ലാവരുടെയും ഖബറുകൾ നീ വിശാലമാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെല്ലാം നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്. ഈ നാട്ടിലെ പരിസരത്തുള്ള എല്ലാ സുന്നി ആശയമുള്ള മുസ്ലിമുകളെ കൽബിനെ നീ സ്നേഹത്തിലാക്കണേ അല്ലാഹ്, യോജിപ്പിലാക്കണേ അല്ലാഹ്. വൈരാഗ്യം, ശത്രുതയും നഞ്ചിയും പകയും നീ ഒഴിവാക്കി തരണേ അല്ലാഹ്. ആരാണോ നാട്ടിൽ ഭിന്നിപ്പും ഫിത്നയും ഫസാദും നഞ്ചിയും ഉണ്ടാക്കാൻ വരുന്നത് അത്തരക്കാരെ കൽബിൽ നിന്ന് ആ സ്വഭാവത്തെ മാറ്റിയെടുത്ത് ഹിദായത്തിന്റെ ഈമാനിന്റെ വെളിച്ചം അവർക്ക് നൽകി ഈ നാട്ടിലെ സുന്നി മുസ്ലിമീങ്ങളെ മുഴുവനും സ്നേഹത്തിലാക്കണേ റഹ്മാനെ. മഹാന്മാരെ ചീത്ത പറയുകയും കുറ്റം പറയുകയും ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്കും നീ ആരെയും ആക്കല്ലേ അല്ലാഹ്, ശാപത്തിൽ പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവരെയും ഈ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. റഹ്മത്തുക യാ അർഹമർ റഹീമീൻ. അബ്ദുള്ള 313 ഒരു അബ്ദുള്ള പോരാ ഇൻഷാ അല്ലാഹ്. 313 കുറച്ച് ആളുകൾ എല്ലാവരും ഉണ്ടാവും. ഒരു കടലാസ് എടുത്തിട്ട് നമ്മളെ വാളണ്ടിയർമാർ ചെറുപ്പക്കാരുടെ കടലാസുമായി